പേര് കേട്ടാൽ അറിയില്ലേ, ബംഗാളിയാണ്. സുദീപ് തോസൻ. സിനിമാ ഫീൽഡിലാണ് കുറെ കാലമായി. അല്ലറ ചില്ലറ ഡോക്യുമെന്ററികൾ, ഷോർട്ട് ഫിലിമുകൾ, കൈവിരലിൽ പോലും എണ്ണിയെടുക്കാനില്ലാത്ത ഫീച്ചർ സിനിമകൾ. ഒന്നും ക്ലച്ച് പിടിച്ചില്ല. അപ്പോഴാണ് കേരളത്തിലേക്ക് വണ്ടി പിടിച്ചത്. നന്നാക്കി കളയാം. ഇവിടെ മൊത്തം ലവ് ജിഹാദാണ്. അത് ലോകമറിയണം. കണക്കെടുപ്പൊക്കെ നടത്തി. 32,000 ഹിന്ദു സമുദായ സ്ത്രീകൾ ലവ് ജിഹാദിൽ കുടുങ്ങി ISIS പെട്ട് നരയിക്കുന്നു. പോലീസിൻ്റെയോ കേന്ദ്ര ഏജൻസികളുടെയോ കയ്യിൽ ഈ കണക്കില്ല. കേന്ദ്രത്തിൻ്റെ കണക്കിൽ 10-1 പോലുമില്ല. ഉള്ളതിൽ തന്നെ കേരളത്തിൽ നിന്നുള്ളത് 2 കൈയും ചേർത്ത് എണ്ണിത്തീർക്കാവുന്നത്. കേരളം വിഷയമായ പടത്തിൽ ഒരു വകുപ്പിലും മലയാളിയെ കാണാനില്ലായിരുന്നു. നിർമ്മാതാവും താരങ്ങളും സാങ്കേതിക വിദഗ്ധരുമൊക്കെ ഇറക്കുമതി. ഹിന്ദിയിലാണ് പേച്ച്. പടപേടിച്ച് 32,000 എന്നത് 32 കുറച്ചു. എല്ലാം സാങ്കല്പികമാണെന്ന് എഴുതി കാണിച്ചു. പക്ഷേ സംഗതി ക്ലിക്കായി. 2023 ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ഹിന്ദി സിനിമകളിലൊന്ന്. സംഘപരിവാർ പ്രൊപ്പഗാൻഡ യന്ത്രം സജീവമായി പിന്തുണച്ചു. അതുകൊണ്ടും പോരാഞ്ഞ് മികച്ച സംവിധായകനും ക്യാമറാമാനുമുള്ള ദേശീയ പുരസ്കാരവും കൊടുത്തു. സുദീപ് തോസനിനെ ഇനി പിടിച്ചാൽ കിട്ടില്ല. കേരള സ്റ്റോറി കഴിഞ്ഞപ്പോൾ അടുത്ത പടമിറക്കി. ബസ്തറിലെ നക്സലൈറ്റുകളെക്കുറിച്ച്. സംഗതികളുടെ കിടപ്പ് മനസ്സിലായില്ലേ? മികച്ച സിനിമകളുടെ കുത്തക മലയാളത്തിനാണ്. പക്ഷേ ഇവിടുത്തെ സിനിമാ പ്രതിഭകൾക്കൊന്നും കേരളത്തിലെ നീറുന്ന പ്രശ്നം കാണാനായില്ല, ലോകത്തോട് പറയാനായില്ല. അതിന് ഒരു സുദീപ് തോസൻ തന്നെ വേണ്ടി വന്നു.